മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ദൗത്യം വനം വകുപ്പ് തുടരുമ്പോൾ മറ്റൊരു മോഴയാനയുമായി കൂട്ടുചേർന്ന് വനത്തിനുള്ളിൽ വിഹരിക്കുകയാണ് ബേലൂർ മഖ്ന. തോൽപ്പെട്ടി വനമേഖലയിൽ നിന്ന് ലഭിച്ച ആകാശ ദൃശ്യത്തിലാണ് ഈ കാഴ്ച. RRT സംഘം നിരവധി തവണ ആനയെ കണ്ടെത്തിയെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. റേഡിയോ കോളർ സിഗ്നൽ അനുസരിച്ച് ഡ്രോൺ പറത്തിയതാണ് വനംവകുപ്പ്. ബേലൂർ മഖനയ്ക്ക് കൂട്ടായി കണ്ടത് മറ്റൊരു മോഴ. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിലെ ബേഗൂരിനും മണ്ണുണ്ടിക്കുമിടയിൽ വിഹരിക്കുകയാണ് രണ്ടാനകളും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ ആനകളെ നേരിൽ കണ്ടു. പിന്നീട് ബേലൂർ മഖനയെ ഒറ്റയ്ക്കും കണ്ടു. രാവിലെ 11:30-ക്കും വൈകിട്ട് 4:30-ക്കും മയക്കുവെടി വയ്ക്കാൻ ശ്രമം നടത്തി. ഇടതൂർന്ന അടിക്കാട് തടസ്സമായി. കുങ്കിയാനകളെ ഉപയോഗിച്ച് ബേലൂർ മഖനയെ വളയാൻ ശ്രമിച്ചു. മണം കിട്ടുമ്പോഴേക്കും ആന ഓട്ടം തുടങ്ങും. ഇത് ദൗത്യത്തെ ബാധിച്ചു. കൊലയാളി ആനയ്ക്കൊപ്പം കൂട്ടുചേർന്ന മോഴ തോൽപ്പെട്ടിയിലെ വനപാതകളിൽ സ്ഥിരം സാന്നിധ്യമാണെന്ന് വനം വകുപ്പ് സ്ഥിരീകരിക്കുന്നു. ദൗത്യം നാളെ തുടരുമ്പോൾ ഈ മോഴയെ ബേലൂർ മഖനയിൽ നിന്ന് അകറ്റി മയക്കുവെടി വയ്ക്കുക എന്നത് മറ്റൊരു പ്രതിസന്ധി. കുങ്കിയാനകളെ ഉപയോഗിച്ചാകും ഇതിനുള്ള ശ്രമം നടത്തുക. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.